നിലം പതിക്കാൻ പോകുന്ന ഒരു വിമാനത്തിൽ എവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം? ബ്ലാക്ക് ഹോൾ ആണോ, ഗാമ റേ ബർസ്റ്റ് ആണോ കൂടുതൽ അപകടകാരി? ഏത് മഹാദുരന്തത്തിനെ അതിജീവിക്കാനാണ് മനുഷ്യരാശിക്ക് കൂടുതൽ പ്രയാസം? ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബിലിടുന്ന പോസ്റ്റുകളാണ്. വെറുതെ ഒരു ഫണ്ണിന് വേണ്ടിയാണ് ഈ പോസ്റ്റൊക്കെ ഇട്ടത്. അതുകൊണ്ട് ഒന്നിനും ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനൊക്കെ കിട്ടിയ കമന്റ്സും റിയാക്ഷൻസും ഒക്കെ കണ്ടപ്പോൾ തീർച്ചയായും കൃത്യമായ എക്സ്പ്ലനേഷൻസ് ആവശ്യമാണെന്ന് തോന്നി. കാരണം ചിലര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ചിലര് ഉത്തരം മനസ്സിലാക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആണ്. -50°C ആണോ അതോ 50°C ആണോ അതിജീവിക്കാൻ കൂടുതൽ എളുപ്പമെന്ന് ചോദിച്ചപ്പോൾ 79% പേരും വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് -50°C വോട്ട് ചെയ്തത്. പക്ഷെ അത് പൂർണ്ണമായും തെറ്റാണ്. ബ്ലാക്ക് ഹോൾ ആണോ, ഗാമ റേ ബർസ്റ്റ് ആണോ കൂടുതൽ ഭയാനകമെന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ പേരും വോട്ട് ചെയ്തത് ബ്ലാക്ക് ഹോളിനെയാണ്. പക്ഷെ അതും ശരിയല്ല. അതുകൊണ്ട് ഉത്തരങ്ങൾ കിട്ടാത്ത വിചിത്രമായ പോസ്റ്റുകൾ പരിശോധിക്കുകയും ശാസ്ത്രീയമായി അവയുടെ ഉത്തരങ്ങൾ എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യാം. ഏതാണ് കൂടുതൽ ഭയാനകം? ബ്ലാക്ക് ഹോൾസ് ആണോ അതോ ഗാമ റേ ബർസ്റ്റ് ആണോ? 69% പേരും ബ്ലാക്ക് ഹോൾസിനെയാണ് വോട്ട് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ ഗാമ റേ ബർസ്റ്റ് ആണ് കൂടുതൽ ഭയാനകവും കൂടുതൽ അപകടകാരിയും. ബ്ലാക്ക് ഹോൾസ് വളരെ പവർഫുൾ ആണ്. അതിന്റെ ഗ്രാവിറ്റിയിൽ നിന്നും പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ സാധിക്കില്ല. പക്ഷെ അതിന്റെ ഒരുപാട് അടുത്തു പോയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്രതീക്ഷിതമായി ഒരു ബ്ലാക്ക് ഹോൾ ഭൂമിയുടെ പക്കലേക്ക് വന്നാലും അത് നേരത്തെ തന്നെ നമുക്ക് തിരിച്ചറിയാനും വേണമെങ്കിൽ രക്ഷപ്പെടാനും സാധിക്കും. പക്ഷേ GRB അങ്ങനെയല്ല. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയ പ്രതിഭാസമാണ് GRB. നമ്മുടെ സൂര്യൻ 1000 കോടി വർഷങ്ങൾ കൊണ്ട് പുറത്തുവിടുന്നതിന് തുല്യമായ അളവിലുള്ള ഊർജ്ജമാണ് ഒരു GRBയിൽ നിന്നും ഏതാനും ചില സെക്കൻഡ്സ് കൊണ്ട് പുറത്തു വരുന്നത്. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ലേസർ ബീം പോലെയാണ് ഇതിൽ നിന്നും ഊർജം പ്രവഹിക്കുന്നത്. 10,000 പ്രകാശ വർഷങ്ങൾക്കകലെ നിന്ന് വരുന്ന ഒരു GRBക്ക് പോലും ഭൂമിയിൽ ഒരു മഹാവംശനാശം ഉണ്ടാക്കാൻ സാധിക്കും. 100 പ്രകാശ വർഷങ്ങൾക്കകലെ നിന്നുമാണ് വരുന്നതെങ്കിൽ പിന്നെ ഭൂമിയിൽ ഒരു ജീവനും ബാക്കിയുണ്ടായിരിക്കില്ല. അത്രയേറെ പവർഫുൾ ആണിത്. ഏതാണ്ട് പ്രകാശവേഗത്തിലായിരിക്കും ഈ ഊർജം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വരുന്നുണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാനും യാതൊരു മാർഗവുമില്ല. വന്ന് പതിക്കുമ്പോഴായിരിക്കും നമ്മൾ അത് അറിയുന്നത് പോലും. അപ്പോഴേക്കും നമ്മുടെ അന്ത്യവും കുറിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ആകെ മൊത്തത്തിൽ GRB ആണ് കൂടുതൽ ഭയാനകം. ബൈ ദ വേ, ഈ കമന്റ് വളരെ ആക്യുറേറ്റ് ആണ്. 2 വസ്തുക്കളുടെയും സൈക്കോളജിക്കൽ ഹൊറർ കൃത്യമായിട്ട് ഈ കമന്റ് വിവരിക്കുന്നുണ്ട്. ഇതിൽ ഏത് ജീവി നിങ്ങളെ വേട്ടയാടുമ്പോഴാണ് രക്ഷപ്പെടാൻ ഏറ്റവും സാധ്യത കുറവ്? ഓർക്കുക, നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏത് ജീവി നമ്മളെ കൊല്ലണമെന്ന് തീരുമാനിച്ചാലും അത് തീർച്ചയായും നമ്മളെ കൊല്ലും. പക്ഷേ ശാസ്ത്രീയമായി നോക്കിയാൽ രക്ഷപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ളത് സിൽവർ ബാക്ക് ഗൊറില്ലയിൽ നിന്നുമാണ്. അതിന്റെ പ്രധാന കാരണം ഗൊറില്ലകൾ പ്രഡറ്റേഴ്സുമല്ല, മാംസഭുക്കുകളുമല്ല. അവ മനുഷ്യനെ ആഹാരമായിട്ട് കാണില്ല. അത്യധികം ശക്തരാണെങ്കിലും ഗൊറില്ലകൾ പൊതുവെ സമാധാനം ആഗ്രഹിക്കുന്നവരുമാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഭയപ്പെടുത്തി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും ഗൊറില്ലകൾ ആക്രമിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗൊറില്ല ആക്രമിക്കാൻ വന്നാൽ ഒരു കാരണവശാലും ഓടി രക്ഷപ്പെടാൻ നോക്കരുത്. ഗൊറില്ലകൾക്ക് 40 km/h വേഗത്തിൽ വരെ ഓടാൻ കഴിയും. എന്നാൽ ശരാശരി മനുഷ്യർക്കാണെങ്കിൽ അതിന്റെ പകുതി വേഗത്തിൽ പോലും ഓടാൻ പറ്റില്ല. അതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ എന്തായാലും കഴിയില്ല. പകരം പതിയെ തലകുനിച്ച് താഴ്ന്നു നിൽക്കുക. അപ്പോൾ നിങ്ങൾ വലിപ്പം കുറഞ്ഞ ജീവിയായിട്ടും നിങ്ങൾ കീഴടങ്ങിയതായിട്ടും ഗൊറില്ലയ്ക്ക് തോന്നും. ഒരു കാരണവശാലും അതിന്റെ കണ്ണുകളിൽ നേരിട്ട് നോക്കരുത്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾ അതിനെ വെല്ലുവിളിക്കുന്നതായിട്ട് അതിന് തോന്നും. പല രീതിയിലും അത് ദേഷ്യ പ്രകടനങ്ങൾ നടത്തും. അത് കണ്ട് പേടിച്ച് പെട്ടെന്ന് ചലിക്കുകയോ ഒച്ച ഉണ്ടാക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് തീർച്ചയായും ആക്രമിക്കും. എന്നാൽ ശബ്ദമുണ്ടാക്കാതെ കുനിഞ്ഞിരുന്നാൽ നിങ്ങളൊരു ഭീഷണി അല്ല എന്ന് തോന്നുകയും അങ്ങനെ നിങ്ങളെ അത് വെറുതെ വിടുകയും ചെയ്യും. പക്ഷെ ഇത് ഗൊറില്ലയുടെ കാര്യമാണ്. ബാക്കിയുള്ള 3 മൃഗങ്ങളും വളരെ മാരകമായ അപ്പെക്സ് പ്രഡറ്റേഴ്സ് ആണ്. ഭീമാകാരമായ സസ്യഭുക്കുകളെ പോലും വേട്ടയാടാൻ കഴിവുള്ള ഗംഭീര പ്രഡറ്റേഴ്സ്. അവയിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യത തീരെ കുറവാണ്. എന്നിരുന്നാലും ഇതിൽ ബംഗാൾ കടുവയിൽ നിന്നും രക്ഷപ്പെടാൻ കുറച്ചുകൂടെ സാധ്യതയുണ്ട്. ഗൊറില്ലയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ നേരെ വിപരീതമായ രീതിയിലാണ് കടുവകളിൽ നിന്നും രക്ഷപ്പെടേണ്ടത്. കടുവ ആക്രമിക്കാൻ വരുന്ന സമയം കുനിഞ്ഞിരുന്നാൽ അത് വന്ന് പുല്ലുപോലെ തിന്നിട്ട് പോകും. കടുവയിൽ നിന്നും നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം കടുവകൾക്ക് 65 km/h വേഗത്തിൽ വരെ ഓടാൻ കഴിയും. ഉസൈൻ ബോൾട്ടിന്റെ വേൾഡ് റെക്കോർഡ് പോലും വെറും 44 km/h ആണെന്ന് ഓർക്കണം. കടുവകൾക്ക് ഗംഭീരമായി മരം കയറാനും കഴിയും. പക്ഷേ ഭാഗ്യവശാൽ ഭാരം കൂടുതലായതിനാൽ ബംഗാൾ കടുവകൾക്ക് ഒരുപാട് ഉയരത്തിൽ മരം കയറാൻ പറ്റില്ല. എങ്കിലും വലിയ കാര്യമൊന്നുമില്ല.
എന്തെന്നാൽ നിങ്ങൾ ഉയരത്തിലെത്തുന്നതിന് മുന്നേ കടുവ ഓടി വന്ന് നിങ്ങളെ പിടിക്കും. അതുമാത്രമല്ല, ബംഗാൾ ടൈഗേഴ്സിന് 20 അടി ഉയരത്തിൽ വരെ കുതിച്ച് ചാടാൻ കഴിയും. അത്രയും ഉയരത്തിൽ എന്തായാലും സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും മരത്തിൽ കയറി രക്ഷപ്പെടാമെന്ന് കരുതിയാലും രക്ഷയില്ല. വെള്ളത്തിലിറങ്ങി നീന്തി രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. കാരണം കടുവകൾ നമ്മളെക്കാൾ ഒരുപാട് എഫിഷ്യന്റ് ആയ നീന്തൽ വിദഗ്ധരാണ്. അതിനാൽ തിരിച്ച് എതിർത്ത് നിൽക്കുക എന്നത് മാത്രമാണ് രക്ഷപ്പെടാൻ ആകെയുള്ള ഒരേ ഒരു മാർഗം. പരമാവധി ഉയർന്നു നിൽക്കുകയും കൈകൾ ഉയർത്തി കാണിക്കുകയും ചെയ്യണം. ഒപ്പം പരമാവധി ഉച്ചത്തിൽ അലറിക്കൊണ്ടിരിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ വലിപ്പമുള്ളതും വളരെ അപകടകാരിയുമായ ഒരു ജീവിയായിട്ട് കടുവയ്ക്ക് തോന്നും. എപ്പോഴും കടുവയുടെ കണ്ണുകളിൽ തന്നെ നേരിട്ട് നോക്കണം. കടുവകൾ ആംബുഷ് അറ്റാക്കേഴ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ കാണുന്നുണ്ടെന്ന് കടുവയ്ക്ക് തോന്നിയാൽ പിന്നെ അത് ആക്രമിക്കാൻ മടിക്കും. ശേഷം പതിയെ പുറകിലോട്ട് നടക്കണം. പക്ഷെ അപ്പോഴും ഒരു കാരണവശാലും കടുവയിൽ നിന്നും കണ്ണെടുക്കരുത്. അങ്ങനെ ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതൊക്കെ കടുവ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നത് നിങ്ങൾ കാണുകയാണെങ്കിലുള്ള കാര്യമാണ്. പക്ഷേ മിക്കവാറും നിങ്ങൾ അങ്ങനെ നേരത്തെ അതിനെ കാണില്ല. കാരണം ഒളിച്ചിരിക്കുന്നതിന്റെ മാസ്റ്റേഴ്സ് ആണ് കടുവകൾ. അതുകൊണ്ട് ചങ്കിൽ കടി വീഴുമ്പോഴായിരിക്കും മിക്കവാറും നിങ്ങൾ കടുവയെ കാണുന്നത് പോലും. പക്ഷേ അപ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കടുവ തന്നെ ബാക്കി എല്ലാം ചെയ്തോളും. ഇനി അടുത്തത് സോൾട്ട് വാട്ടർ മുതലകൾ. ഇവ മറ്റു പ്രഡറ്റേഴ്സിനെ പോലെ അല്ല. ഇവയ്ക്ക് ഭയം എന്ന വാക്ക് അത്ര പരിചയമുള്ള ഒന്നല്ല. അതിനാൽ തന്നെ മനുഷ്യരെ ആക്രമിക്കാൻ ഒരു മടിയും കാണിക്കില്ല. കരയിലാണെങ്കിൽ നിങ്ങൾ ഇവയിൽ നിന്നും ഏകദേശം പൂർണ്ണമായും സേഫ് ആണ്. ഇതിനെ കാണുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ ഓടിയാൽ മതി. അഥവാ അത് ആക്രമിച്ചാൽ പോലും ഉടൻ തന്നെ വളരെ വയലന്റായി തിരിച്ചാക്രമിച്ച് കുതറി മാറിയാൽ മിക്കവാറും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം മുതലകൾ കരയിൽ തീരെ ഇനെഫിഷ്യന്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കരയിൽ വെച്ച് നടന്നിട്ടുള്ള ക്രോക്കഡൈൽ ആക്രമണത്തിൽ 73% കൂടുതൽ തവണയും മനുഷ്യരെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിലാണെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഏതാണ്ട് 0. അതിന്റെ ഏറ്റവും പ്രധാന കാരണം ഇത് വരുന്നത് അത്ര എളുപ്പത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. വെള്ളത്തിനടിയിലൂടെ പതുങ്ങി വന്ന ശേഷം വളരെ അടുത്തെത്തുമ്പോൾ കുതിച്ചു ചാടിയാണ് ഇവ ആക്രമിക്കുന്നത്. കടുവയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ കടി കിട്ടിയ ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് പോലും. ഇവയുടെ കടിശക്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കടി കിട്ടിയാൽ പിന്നെ അത് വിടുവിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഇതിന്റെ തൊണ്ട, കണ്ണുകൾ, സ്നൗട്ട് എന്നിങ്ങനെയുള്ള സെൻസിറ്റീവായ ഭാഗങ്ങളെ ആക്രമിച്ചാൽ ഇവ കടി വിടാനുള്ള സാധ്യതയുണ്ട്. അതും വെറുമൊരു സാധ്യത മാത്രമാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നതാണ് ശരിക്കുമുള്ള ചോദ്യം. എന്തെന്നാൽ വെള്ളത്തിൽ മുതലകൾക്ക് വളരെ എഫിഷ്യന്റ് ആയി കറങ്ങാനും തിരിയാനും നീന്താനുമൊക്കെ കഴിയും. പിടിക്കുന്ന ഇരയെ ഉടൻ തന്നെ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ശ്വാസം മുട്ടി നിങ്ങൾ കൊല്ലപ്പെടും. അതിനു പുറമെ ഇത് ഇരയെയും കൊണ്ട് പലതവണ കിടന്ന് കറങ്ങും. വളരെ ശക്തമായിട്ടായിരിക്കും ഇത് കറങ്ങുന്നത്. ഈ കറക്കത്തിൽ നിങ്ങളുടെ എല്ലുകൾ വരെ ഒടിയും. ഇങ്ങനെയെല്ലാം നടക്കുന്നതിനിടയിൽ മുതലയുടെ സെൻസിറ്റീവായ ഭാഗങ്ങളെ ആക്രമിക്കാൻ സാധാരണ ഒരാൾക്ക് ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് വെള്ളത്തിലാണെങ്കിൽ മരണം ഏതാണ്ട് ഉറപ്പാണ്. ഇനി അവസാനമായി പോളാർ ബിയേഴ്സ്. മുതലകൾക്ക് ഭയമെന്ന വാക്ക് അത്ര പരിചയമില്ലാത്തതാണ്. എന്നാൽ ഭയത്തിന് തന്നെ ഭയം തോന്നുന്ന ഒരു മാരക പ്രഡേറ്ററാണ് പോളാർ ബിയർ. ഇവയാണ് ഇന്ന് കരയിലെ ഏറ്റവും വലിയ പ്രഡേറ്റേഴ്സ്. 350 മുതൽ 600 കിലോഗ്രാം വരെയാണ് ശരാശരി പോളാർ ബിയേഴ്സിന്റെ ഭാരം. ഇതിന്റെ ഭീമൻ കൈ കൊണ്ട് ഒരു അടി കെട്ടിയാൽ നമ്മുടെ തലയോട്ടി വരെ പിളർന്നു പോകും. ഇവ ജീവിക്കുന്ന ആർട്ടിക് ആവാസ വ്യവസ്ഥ എന്നത് ആഹാരത്തിന്റെ ലഭ്യത തീരെ കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇവ അത്യധികം തീവ്രമായ പ്രഡേറ്റർ മെന്റാലിറ്റി ഉള്ളവരുമാണ്. ഒരു ഇരയെ ലക്ഷ്യമിട്ടാൽ പിന്നെ അതിനെ കൊന്നു തിന്നാതെ അടങ്ങില്ല. അതുകൊണ്ട് ഒരു രീതിയിലും അവയെ ഭയപ്പെടുത്താൻ കഴിയില്ല. പിന്നെ തിരിച്ചാക്രമിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ആയുധങ്ങളൊന്നുമില്ലാതെ ഒരു കാരണവശാലും നമുക്കതിനെ ആക്രമിക്കാൻ കഴിയില്ല. ഇനി ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലും കാര്യമില്ല. എന്തെന്നാൽ ഇവ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥ വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഓടിക്കയറാൻ ഒരു സ്ഥലവും കാണില്ല. ചിലപ്പോൾ ഒരു മരം പോലും ഉണ്ടായിരിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും പോളാർ ബിയേഴ്സിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം എന്തെങ്കിലും ആയുധമില്ലാതെ പോളാർ ബിയേഴ്സിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യത ഏകദേശം 0. ഇതിൽ ഏത് മഹാദുരന്തത്തിനെ അതിജീവിക്കാനാണ് മനുഷ്യരാശിക്ക് കൂടുതൽ പ്രയാസം? ഈ പോസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം കൂടുതൽ പേരും ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ് ആണ് വോട്ട് ചെയ്തത്. പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല. എന്തായാലും ഇതിൽ ഐസേജ് ആണ് അതിജീവിക്കാൻ ഏറ്റവും എളുപ്പം. കാരണം പുരാതന കാലത്തിൽ ഒരു ടെക്നോളജിയുടെയും സഹായമില്ലാതെ പ്രകൃതി സമ്പത്തുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗുഹാ മനുഷ്യർക്ക് തീവ്രമായ ഐസേജ് കാലങ്ങളെ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത്രയേറെ അഡ്വാൻസ്ഡ് ആയ മനുഷ്യരാശിക്ക് മറ്റൊരു ഐസേജ് എന്നത് നിസ്സാരമായിരിക്കും. 3-ാം സ്ഥാനത്തിൽ സൂപ്പർ വോൾക്കാനോ ആണ്.
യെല്ലോസ്റ്റോണും ടോബയും പോലൊരു സൂപ്പർ വോൾക്കാനിക് എറപ്ഷന് ഒരു ഭൂഖണ്ഡത്തിനെ മുഴുവൻ ചാരം കൊണ്ട് മൂടാനും പല പതിറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന തരത്തിൽ വോൾക്കാനിക് വിന്റർ ഉണ്ടാക്കാനും കഴിയും. അത് കാരണം കൃഷികളൊക്കെ നശിക്കും. പിന്നാലെ മാരകമായ പട്ടിണി ലോകത്തെ മുഴുവൻ ബാധിക്കും. വിഷപ്പുകയും ചാരവുമൊക്കെ ശ്വസിച്ച് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. എല്ലാത്തിന്റെയും അനന്തരഫലമായി 100 കണക്കിന് കോടി മനുഷ്യര് കൊല്ലപ്പെടും. പക്ഷെ എന്നാലും മനുഷ്യരാശി തീർച്ചയായും അതിജീവിക്കും. പരമാവധി 1 നൂറ്റാണ്ടിനുള്ളിൽ തന്നെ പഴയതുപോലെ ആവുകയും ചെയ്യും. 2ാം സ്ഥാനം ആസ്ട്രോയിഡ് ഇമ്പാക്റ്റിനാണ്. ദിനോസറുകളെ നശിപ്പിച്ചതുപോലത്തെ ഒരു ഭീമൻ ഉൽക്ക വന്ന് ഭൂമിയിൽ പതിച്ചാൽ അത് കാരണം തീവ്രമായ ടെക്ടോണിക് ചലനങ്ങൾ, മാരകമായ ഭൂമി കുലുക്കങ്ങൾ, അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ, കഠിനമായ ശീതകാലം എന്നിങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇതെല്ലാം ഉൽക്ക വന്ന് പതിച്ച സ്ഥലത്തോ വശത്തിലോ മാത്രം സംഭവിക്കുന്നതായിരിക്കില്ല. പകരം ലോകം മുഴുവൻ സംഭവിക്കും. പിന്നാലെ മാരകമായ പട്ടിണികളും അസുഖങ്ങളുമൊക്കെ പടർന്നു പിടിക്കുകയും ചെയ്യും. അങ്ങനെ 99% മനുഷ്യരും കൊല്ലപ്പെടും. ഇനി 1ാം സ്ഥാനത്തുള്ളത് AI ടേക്ക് ഓവറാണ്. അത്യധികം പവർഫുൾ ആയ ഒരു AI സൂപ്പർ ഇന്റലിജൻസ് ഉണ്ടായാൽ അതിനെ വളരെ നിസ്സാരമായിട്ട് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനാകും. വേണമെങ്കിൽ മനുഷ്യർക്കൊപ്പം മറ്റ് ജീവികളെ പോലും നശിപ്പിച്ച് കളയാൻ പറ്റും. അതിനുവേണ്ടി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു ഫിസിക്കൽ രൂപം പോലും ആവശ്യമില്ല. ഓട്ടോമേറ്റഡ് ഫാക്ടറീസ്, ഡ്രോൺസ്, ബയോളജിക്കൽ വെപ്പൺസ് എന്നിങ്ങനെ പല വിധത്തിലുമുള്ള ആയുധങ്ങളും ഉപയോഗിച്ച് AIക്ക് സകല മനുഷ്യരെയും കൊന്നുകളയാൻ കഴിയും. സകല ടെക്നോളജികളും ഇതിനെ ഹാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മനുഷ്യർക്ക് ഭൂമിയിൽ ഒരിടത്തും ചെന്ന് ഒളിക്കാൻ പറ്റില്ല. എവിടെ ഒളിച്ചാലും ഈ AI കണ്ടുപിടിക്കും. എല്ലാത്തിനും പുറമെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഇത് മനുഷ്യരെക്കാൾ ബുദ്ധിയുള്ള ഒന്നായിരിക്കും. അതുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതി നമ്മൾ പ്ലാൻ ചെയ്യുന്ന സകല കാര്യങ്ങളും അതിനെ മുൻകൂട്ടി മനസ്സിലാക്കാനും അതിനുള്ള പ്രതിവിധികൾ തയ്യാറാക്കാനും സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിന്നും ഒരൊറ്റ മനുഷ്യൻ പോലും രക്ഷപ്പെടില്ല. എഞ്ചിൻ പവർ നഷ്ടമായ ഒരു വിമാനത്തിലാണ് നിങ്ങൾ എങ്കിൽ ഏത് സീറ്റാണ് ഏറ്റവും സേഫ്? കൂടുതൽ പേരും വോട്ട് ചെയ്തത് എമർജൻസി എക്സിറ്റ് ആണ്. അത് ശരിയാണ്, പക്ഷെ അത് ശരിയല്ല. സംഭവം, എഞ്ചിൻ പവർ നഷ്ടമാകുന്ന ഒരു വിമാനം ഉടൻ തന്നെ നിലം പതിക്കില്ല. വീണ്ടും ഒരു പട്ടം പോലെ ഗ്ലൈഡ് ആയിക്കൊണ്ടിരിക്കും. 160 കിലോമീറ്ററോളം ദൂരം വരെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യാൻ സാധിക്കും. പറന്നുകൊണ്ടിരിക്കുന്ന ഉയരത്തിനനുസരിച്ച് ഈ ദൂരം കൂടുകയും കുറയുകയും ചെയ്യാം. ഇങ്ങനെ കുറേ ദൂരം ഗ്ലൈഡ് ചെയ്ത ശേഷം ഏതെങ്കിലും റൺവേയിലോ ഫീൽഡിലോ ജലാശയങ്ങളിലോ അങ്ങനെ ഉള്ളതിൽ സേഫായ എവിടെയെങ്കിലും ഫോഴ്സ് ലാൻഡ് ചെയ്യും. ഈ ഗ്ലൈഡ് ചെയ്യുന്ന സമയം ഫോഴ്സ് ലാൻഡിങ്ങിന് വേണ്ടി പല രീതിയിലും ആക്റ്റീവായിട്ടുള്ള ഒരുക്കങ്ങൾ ആവശ്യമാണ്. അതിനു പുറമെ ബ്രേസ് ഫോർ ഇമ്പാക്റ്റ് എന്നൊരു പ്രോട്ടോകോൾ പോലുമുണ്ട്. തല മുന്നിലത്തെ സീറ്റിൽ മുട്ടിച്ചു വെക്കണം. തലയെ കൈകൾ കൊണ്ട് സംരക്ഷിക്കുകയും വേണം. കാൽപാദം നിലത്ത് ഫ്ലാറ്റായി ഉറപ്പിച്ചു വെക്കണം. ഇതാണ് ബ്രേസ് ഫോർ ഇമ്പാക്റ്റ് പ്രോട്ടോകോൾ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫോഴ്സ് ലാൻഡ് ചെയ്യുന്ന സമയം തല മുന്നിലത്തെ സീറ്റിൽ ഇടിച്ച് കാര്യമായ പരിക്കുകൾ പറ്റാനുള്ള സാധ്യത കുറയും. ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അതുകൊണ്ട് 4ാമത്തെ ഓപ്ഷൻ വെറും വേസ്റ്റ് ആണ്. ഇതിൽ ഓവർ ദ വിങ് ആണ് 3ാമത്തെ സേഫ് ഓപ്ഷൻ. അതായത് ചിറകുകൾക്ക് മുകളിലുള്ള സീറ്റ്സ്. വിമാനത്തിന്റെ മൊത്തം ഭാരം താങ്ങാനുള്ളതിനാൽ ചിറകുകളുടെ ഘടന വളരെയധികം ദൃഢമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഫോഴ്സ് ലാൻഡ് ചെയ്യുന്ന സമയം മധ്യഭാഗത്ത്, അതായത് ചിറകുകൾക്ക് മുകളിലുള്ള ക്യാബിൻ പെട്ടെന്ന് തകരില്ല. പക്ഷെ ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്നത് ഒട്ടുമിക്ക വിമാനങ്ങളിലും ചിറകുകളിലാണ് ഫ്യൂൽ ടാങ്ക് വെച്ചിട്ടുള്ളത്. ഫോഴ്സ് ലാൻഡ് ചെയ്യുന്ന സമയം ആ ഫ്യൂൽ ടാങ്ക് പൊട്ടിയാൽ മധ്യഭാഗത്തിലുള്ളവരൊക്കെ കൊല്ലപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇനി 2ാമത്തെ ബെസ്റ്റ് ഓപ്ഷൻ എന്നത് വിമാനത്തിന്റെ ഏറ്റവും പിന്നിലത്തെ സീറ്റ്സ് ആണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഏറ്റവും ഡേഞ്ചറസ് ആയ സീറ്റ്സ് ഏതാണെന്ന് മനസ്സിലാക്കണം. മുന്നിലത്തെ സീറ്റ്സിനെയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് പരിഗണിക്കുന്നത്. എന്തെന്നാൽ ഒരു വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോഴ്സ് ലാൻഡ് ചെയ്യുമ്പോൾ ആദ്യം ചെന്നിടിക്കുന്നത് വിമാനത്തിന്റെ മുൻഭാഗമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും മുന്നിലെ സീറ്റുകൾക്കായിരിക്കും കൂടുതൽ ആഘാതം കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയ സീറ്റ്സ് വിമാനത്തിന്റെ പിന്നിലുള്ളവയാണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് ബോക്സിനെയൊക്കെ വിമാനങ്ങളുടെ ഏറ്റവും പിന്നിൽ വയ്ക്കുന്നത്. ഇനി പിന്നിലത്തെ സീറ്റുകളേക്കാൾ സേഫാണ് എമർജൻസി എക്സിറ്റിന് സമീപമുള്ള സീറ്റ്സ്. പക്ഷേ ഒരു വിമാനത്തിൽ ഒന്നിലധികം എമർജൻസി എക്സിറ്റ്സ് ഉണ്ടായിരിക്കും. വിമാനങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് 6 മുതൽ 16 എമർജൻസി എക്സിറ്റ്സ് വരെ ഉണ്ടായിരിക്കും. മുന്നിലും മധ്യത്തിലും പിന്നിലുമായിട്ടാണ് പൊതുവെ ഈ എക്സിറ്റ്സ് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം തന്നെ സേഫ് അല്ല. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ക്രാഷ് ലാൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം തകരുന്നത് മിക്കവാറും മുൻവശമായിരിക്കും. അനന്തരഫലമായി മുന്നിലത്തെ എമർജൻസി എക്സിറ്റ്സ് പോലും ചിലപ്പോൾ പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ ഞെരിഞ്ഞമർന്നു പോകും. എന്നാൽ നേരെ തിരിച്ച് ഏറ്റവും പിന്നിലത്തെ എമർജൻസി എക്സിറ്റ്സിന് സമീപമുള്ള സീറ്റ്സ് ആണ് ക്രാഷ് ലാൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയത്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പതിറ്റാണ്ടുകളുടെ ക്രാഷ് ഡാറ്റയുടെ വിശകലന പ്രകാരവും പിന്നെ ഒരു പ്രധാനപ്പെട്ട ടൈം മാഗസൈൻ പഠന പ്രകാരവുമാണ് ഈ കാര്യം കണ്ടെത്തിയത്.
നിങ്ങൾ 3 ദിവസം തീവ്രമായ ഒരു സ്ഥലത്ത് കുടുങ്ങി പോവുകയാണെങ്കിൽ ഇതിൽ ഏത് സ്ഥലത്താണ് അതിജീവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്? ഭൂരിപക്ഷം പേരും -50°C ആണ് തിരഞ്ഞെടുത്തത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. വെറും ഒരു ജാക്കറ്റിന് -50°C തണുപ്പിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ബോഡി ടെമ്പറേച്ചർ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 35°C താഴെയാകും. അത് ഹൈപ്പോതെർമിക്ക് കാരണമാകും. ശരീരത്തിന് നിർമ്മിക്കാൻ കഴിയുന്നതിലും കൂടുതൽ വേഗത്തിൽ ചൂട് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പോതെർമിയ. എക്സ്പോസ്ഡ് ആയ സ്കിന്നൊക്കെ 5 മിനിറ്റിനുള്ളിൽ തന്നെ തണുത്തുറഞ്ഞു പോകും. ഹൈപ്പോതെർമിയ പതിയെ പതിയെ തീവ്രമായിക്കൊണ്ടിരിക്കും. ഒരു പരിധി കഴിയുമ്പോൾ വിറയ്ക്കാൻ ആവശ്യമായ ഊർജം പോലും പിന്നെ ശരീരത്തിനുണ്ടായിരിക്കില്ല. ശേഷം പതിയെ ബോധം നഷ്ടമാകും. പിന്നാലെ ഹാർട്ട് ഫെയിലിയർ കാരണം ഏതാനും ചില മണിക്കൂറുകൾക്കുള്ളിൽ ജീവനും നഷ്ടമാകും. എന്നാൽ 50°C ശരീരം തണുക്കാൻ വേണ്ടി വളരെ തീവ്രമായി വിയർക്കും. മണിക്കൂറിൽ 1.5 ലിറ്റർ വെള്ളം വരെ ശരീരത്തിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കും. കയ്യിലുള്ള 1 ലിറ്റർ വെള്ളം ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് തീരും. 4 മുതൽ 5 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ശരീരം വിയർക്കുന്നതും നിലയ്ക്കും. അപ്പോൾ ശരീര താപനില കുത്തനെ ഉയരാൻ തുടങ്ങും. അത് കാരണം ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാവുകയും ശരീരാവയവങ്ങളൊക്കെ ഓരോന്നോരോന്നായി തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അനന്തരഫലമായി 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ മരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഏത് സ്ഥലമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും നിങ്ങൾ മരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കുറച്ച് കൂടുതൽ നേരം അതിജീവിക്കാൻ കഴിയുന്നത് 50°C. വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീണ്ടും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ.